ഹായ് ഗായ്സ്, വെൽക്കം ടു വരാൻഡ റേസ് മലയാളം യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അതുല്യ. സോ ഇന്ന് പോകുന്ന SSC റെയിൽവേ റീസണിങ് സെഷനിൽ ആൽഫബറ്റ് ടെസ്റ്റിൻ്റെ ആൽഫബറ്റ് സീരീസ് ആണ് ഇന്ന് പോകുന്നത്. സോ ആൽഫബറ്റ് സീരീസ് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് അറിയാം കോഡിങ് ഡീകോഡിങ്ങിൽ വരുന്നതാണ് ഈ ആൽഫബറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കോഡിങ് ഡീകോഡിങ്ങും അതേപോലെ തന്നെ നമുക്ക് മിസ്സിംഗ് നമ്പേഴ്സും കിട്ടുന്നുണ്ട്. സോ മിസ്സിംഗ് നമ്പേഴ്സും ഈ ഒരു ഇതിൽ അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള ലെറ്റേഴ്സിൻ്റെതും ഈ ഒരു സെഷനിൽ വരുന്നുണ്ട്. സോ നമുക്ക് ആദ്യമേ സെഷനിലോട്ട് പോവാം. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് പോവുകയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് റിലേഷൻസ് തന്നിട്ടുണ്ട്. ആദ്യമേ ഒരു റിലേഷൻ തന്നിട്ടായിരിക്കും, കോഡിങ് ഡീകോഡിങ് പോലെ തന്നെയാണ്. സോ ആദ്യമേ ഒരു റിലേഷൻ തരും, ആ റിലേഷൻ അനുസരിച്ച് തന്നെ ആയിരിക്കും അടുത്ത ആ ഒരു ഇതിൻ്റെയും. സോ ഞാൻ നിങ്ങൾക്കൊരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇവിടെ റിലേറ്റ് ചെയ്തേക്കുന്നത് FLPX എന്ന് പറയുന്നത് GISTയോടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ആ ഒരു നമ്പേഴ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ പൊസിഷണൽ വാല്യൂസ് എടുക്കുകയാണ്. പൊസിഷണൽ വാല്യൂസ് എന്താണെന്ന് അറിയാത്തവർ കോഡിങ് ഡീകോഡിൻ്റെ ക്ലാസ് ബേസിക് ക്ലാസ് പോയി കാണുക. സോ ഓരോ ലെറ്റേഴ്സിനും ഓരോ പൊസിഷണൽ വാല്യൂസ് ഉണ്ട്. സോ ആ ഇത് വെച്ചിട്ട് ഞാൻ FLPX എന്ന് പറയുന്നത് 6, 12, 16, 24 എന്നാണ്. സോ അതിൻ്റെ പൊസിഷണൽ വാല്യൂസ് ആണ് അത് ഇട്ടേക്കുന്നത്. അതേപോലെ ഇവിടെ വന്നപ്പോൾ അത് 7, 9, 19 ആൻഡ് 20 എന്ന് വന്നു. സോ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഡിഫറൻസ് നോക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ 1 കുറവാണ്. ഇവിടെ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ എന്ന് പറയുന്നത് 3 കുറവാണ് അല്ലേ? 3 കുറവാണ്. ഇവിടെ 3 കൂടുതലാണ് ആൻഡ് ഇവിടെ 4 കുറവാണ്. ഈ ഒരു രീതിയിലാണ് പോയിരിക്കുന്നത്. 1 കുറവ്, രണ്ടാമത്തേൽ 3 കുറവ്, ദെൻ മൂന്നാമത്തേലാണെങ്കിൽ 3 കൂടുതൽ ആൻഡ് നാലാമത്തേൽ 4 കുറവ് എന്നുള്ള രീതിയിലാണ് പോയിരിക്കുന്നത്. സോ HMPRലും നമുക്ക് ആ ഒരു HMRWയിലും ആ ഒരു രീതി നോക്കുക. HMRW ആണ്. H എന്ന് പറയുന്നത് 8 ആണ്, ഇതെന്ന് പറയുന്നത് 13, ദെൻ R എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. W എന്ന് പറയുന്നത് 23 ആണ്. സോ ഇതേ പാറ്റേൺ അവിടെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മൾ ആദ്യം ഒരു പാറ്റേൺ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ പോസിബിലിറ്റീസ് എല്ലാം നോക്കുക. സോ ഞാൻ പോസിബിലിറ്റി നോക്കുമ്പം ഇതിൽ നിന്ന് എന്താണ് അവിടെ എന്താണ് വന്നേക്കുന്നത്? 1 കൂടുതലായിട്ടാണ് വന്നേക്കുന്നത്. സോ ഇവിടെ 1 കൂടുതലാകുമ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? 8 ആണ്. 9ാമത്തെ ഡിജിറ്റ് ഏതാണ്? I ആണ് വരുന്നത് അല്ലേ? സോ I വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ആദ്യമേ ഉണ്ടോ എന്ന് നോക്കുക. സോ അങ്ങനെ ആയിരിക്കും നമ്മൾ എപ്പോഴും എന്ന് വെച്ചാൽ എല്ലാം ചെയ്ത് നോക്കണ്ട, I വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. സോ I വരുന്ന ഓപ്ഷൻ നോക്കിയപ്പോഴത്തേനുണ്ട്. എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് നമ്പറും കൂടെ അല്ലെങ്കിൽ ലാസ്റ്റ് ലെറ്ററും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ലാസ്റ്റ് നമ്പർ ആണെങ്കിൽ ഇതിൽ നിന്ന് 4 കുറവായിരിക്കും അല്ലേ? അപ്പോൾ 23ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 19 ആണ്. 19 എന്ന പൊസിഷണൽ വാല്യൂ വരുന്നത് എത്രയാണ്? S-നാണ് വരുന്നത്. സോ IS ആ ഒരു ഇത് തന്നെയാണ് വരുന്നത്. നമുക്ക് ഫുള്ള് ചെയ്ത് നോക്കണം. നമ്മൾ ഓപ്ഷനിൽ നിന്ന് തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കുക. അതാണ് നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓപ്ഷനിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ C ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ C ആണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെയും ഇതിൽ എന്താണ് ഈ ഓപ്ഷനിൽ തന്നേക്കുന്ന ഈ 4 എണ്ണത്തിൽ 3 എണ്ണം ഒരേപോലെയാണ്, ഒന്നെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ നോക്കുക, ഓരോന്നിൻ്റെ പൊസിഷണൽ വാല്യൂസ് എഴുതി നോക്കുക. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ ആദ്യത്തേനെ ഞാൻ എഴുതി 16, 7, 12, 9, 16 എന്നാണ് FGLIP എന്ന് പറയുന്ന ഇത് വരുന്നത്. അടുത്തത് J ആകുമ്പോൾ 10, 11, ദെൻ 13, 16 ആൻഡ് എന്താണ് 20 വരും. അടുത്ത നോക്കുമ്പോൾ എത്രയാണ്? 8, 9, 11, 14, 18 എന്നാണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ് നോക്കുമ്പോൾ എന്ന് പറയുന്നത് 5, ദെൻ 6, 8, ദെൻ എത്രയാണ്? 9, 11 ഇങ്ങനെയാണ് വന്നേക്കുന്നത്. സോ ഇതാണ് ഇവിടുത്തെ വ്യത്യാസം വന്നേക്കുന്നത്. 16, 7, 12, 9, 16. ദെൻ ഓരോന്നിൻ്റെയും പൊസിഷണൽ വാല്യൂസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ഇവരുടെ ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ ഏതാണ് ഓഡ് വൺ ഔട്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ ഇവിടുത്തെ ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. സോ
സോ ഇവിടെ നോക്കുമ്പോൾ 1 കൂടുതലാണ് വരുന്നത്. ഇവിടെയാണെങ്കിൽ എത്രയാണ്? 5 കൂടുതലാണ് വരുന്നത്. ഇവിടെയാണെങ്കിൽ 3 കുറവ്. ഇവിടെയാണെങ്കിൽ എത്രയാണ്? 7 കൂടുതൽ. ഈ ഒരു രീതിയിലാണ് നമ്പേഴ്സ് പോയേക്കുന്നത്. അടുത്ത നോക്കുമ്പോൾ എന്താണ്? 10, 11 എന്ന് വെച്ചാൽ ഇവിടെ എത്രയാണ്? 1 കൂടിയേക്കുന്നു. ഇവിടെയും 1 കൂടിയേക്കുന്നു. ഇവിടെയും എന്താണ്? 1 കൂടിയേക്കുക. സോ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് പോകുന്ന എല്ലാം 1 കൂടുകയാണ് ചെയ്തത് അല്ലേ? സോ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് പോകുന്ന എല്ലാത്തിൻ്റെയും നോക്കിയപ്പോൾ 1 കൂടുകയാണ് ചെയ്തത്. എന്നാൽ നമുക്ക് സെക്കൻഡ് നമ്പേഴ്സിലെ നോക്കാം. ഇവിടെയാണെങ്കിൽ എത്ര കൂടിയേക്കുന്നത്? ഇവിടെ 2 ആണ് കൂടിയേക്കുന്നത് അല്ലേ? 11 നിന്ന് 3യിലേക്കാണ് പോകുന്നത്. 2 ആണ് കൂടിയേക്കുന്നത്. ദെൻ 9 നിന്ന് 11 ആണെങ്കിൽ ഇത് എത്രയാണ്? 3 ആണ് കൂടിയേക്കുന്നത്. ഇത് ഓക്കെ 2 ആണ് കൂടിയേക്കുന്നത്. സോ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ +5. ദെൻ ഇവിടെ 11 നിന്ന് 13ലോട്ടാണ് പോയേക്കുന്നത്. സോ ഇവിടെ 2 ആണ് കൂടിയേക്കുന്നത്. ഇവിടെ 9ൽ നിന്ന് എത്രയിലോട്ടാണ് പോയേക്കുന്നത്? 11ലേക്കാണ് പോയേക്കുന്നത്. 2 തന്നെയാണ് ഇവിടെയും കൂടിയേക്കുന്നത്. ഇവിടെയും 2 തന്നെ. സോ ആദ്യത്തെ 3 ഓപ്ഷൻസിലും സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് പോകുമ്പോൾ എന്താണ്? +2 ആണ് എന്ത് ഇവിടെ ഇൻക്രീസ് ആയേക്കുന്നത്. എന്നാൽ ആദ്യത്തെ ഓപ്ഷനിൽ +2 അല്ല ഇൻക്രീസ് ആയേക്കുന്നത്, +5 ആണ്. സോ നമുക്ക് ഏതാണ് ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷനാണ് ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A 26, T എന്ന് പറയുന്നത് 7. എന്നാൽ ഒത്തൻറ്റിക്കിൻ്റെ കോഡ് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് 2 നമ്പേഴ്സാണ് ഇവിടെ തന്നേക്കുന്നത് അല്ലേ? A എന്ന് പറയുന്നത് 26ഉം T എന്ന് പറയുന്നത് 7 തമ്മിലുണ്ട്. സോ A എന്ന് പറയുന്നത് 26ഉം T എന്ന് പറയുന്നത് എത്രയാണ്? 7ഉമാണ് തന്നേക്കുന്നത്. നമുക്കറിയാം Aയുടെ പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത് 1ഉം ടിയുടെ പൊസിഷണൽ വാല്യൂ എത്രയാണ്? 20 ആണെന്നറിയാം. പക്ഷേ അതിന് തന്നേക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ 26ഉം 7ഉം ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പൊസിഷണൽ വാല്യൂസിൽ ഓപ്പോസിറ്റ് നമ്പേഴ്സ് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിൻ്റെയും പൊസിഷണൽ വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 27 എന്ന് പറയുന്ന സമ്മ് വരണമെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. 27 എന്ന് പറയുന്ന സമ്മ് വരുവാണെങ്കിൽ രണ്ടെണ്ണവും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇതാണ് 27. അതൊരു ട്രിക്കാണ്. സോ A എന്ന് പറയുന്നതിൻ്റെ പൊസിഷണൽ വാല്യൂ 1 ആണ്. ആൻഡ് അതിൻ്റെ ഓപ്പോസിറ്റ് നമ്പർ ആയിരിക്കും അപ്പോൾ എന്ത്? 26 എന്ന് പറയുന്നത്. ടിയുടെ പൊസിഷണൽ വാല്യൂ 20 ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് നമ്പറാണ് എന്ത്? 7 എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. സോ ഈ ഒരു ഇതിലും ആ ഇത് വയ്ക്കുക. ദാറ്റ് ഈസ് ഒത്തൻറ്റിക് എന്നാണ് പറഞ്ഞേക്കുന്നത്. AUTHENTIC എന്നാണ് കിടക്കുന്നത് അല്ലേ? നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് ഓപ്ഷനിൽ ഒരു വേരിയേഷൻ ഉണ്ടല്ലേ? വേരിയേഷൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ അത് വെച്ച് ചെക്ക് ചെയ്യുക. സിയുടെ ഇതെന്ന് പറയുന്നത് പൊസിഷണൽ വാല്യൂ 3 ആണ്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്പർ വരുമ്പോഴത്തേന് എത്രയാണ്? 3ൻ്റെ കൂടെ നമ്മൾ 27 ആക്കാൻ വേണ്ടിയിട്ട് 24 ആണ് ആഡ് ചെയ്യുന്നത്. സോ 24 ആണ് അവിടെ വരുന്നത്. സോ 24 വരുന്ന ഓപ്ഷൻസ് നോക്കുക. ബാക്കി 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ആയി. ഇനി നോക്കുമ്പോൾ രണ്ടാമത്തതിൽ രണ്ടിടത്തും 18 തന്നെയാണ് വരുന്നത്. സോ ആ ഒരു രീതിയിൽ പോകുമ്പോൾ നമുക്കത് ഫുള്ള് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും അല്ലേ? നോക്കി ഇവിടെ ആകെ ഒരു ചേഞ്ച് വരുന്നത് ഇതാ ഈ 14ൻ്റെ സ്ഥാനത്താണ് അല്ലേ? 14ഉം 13ൻ്റെ സ്ഥാനത്ത് മാത്രമാണ് ചേഞ്ച് വരുന്നത്. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, അതായിരിക്കും നല്ലത്. കാരണം ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ കുറച്ച് വരുന്നുണ്ട്. സോ ആദ്യമേ നോക്കുമ്പോൾ ഈ A എന്ന് പറയുന്നത് 1ാമത്തെ നമ്പറാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് എനിക്ക് 26 ആണ് വരുന്നത്. അടുത്ത എന്താണ്? ഇതിൻ്റെ എല്ലാം പൊസിഷണൽ നമ്പേഴ്സ് ആദ്യമേ എഴുതാം. A എന്ന് പറയുന്നത് 1, ദെൻ ഇതെന്ന് പറയുന്നത് എത്രയാണ്? 21, 20, ദെൻ H ആണ് 8, ദെൻ 5, 14, 20, 9, ദെൻ ഇതെത്രയാണ്? 3 ആണ് വരുന്നത് അല്ലേ? സോ ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇതായിരിക്കും. സോ ഇത് 26 ആണെങ്കിൽ 21ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? നമുക്ക് 6 ആഡ് ചെയ്യണം. സോ 26, 6. 20 ആണെങ്കിൽ ഇവിടെ 7 ആയിരിക്കും ആഡ് ചെയ്യേണ്ടത്. 8 ആണെങ്കിൽ ഇവിടെ 19 ആയിരിക്കും ആഡ് ചെയ്യേണ്ടത്. 5 ആണെങ്കിൽ എത്ര ആണ് ആഡ് ചെയ്യേണ്ടത്? നമുക്ക് വരേണ്ടത് 27 ആണ്. 12 ആണ് ആഡ് 22 ആണ് ആഡ് ചെയ്യേണ്ടത്. 22 ആണ് ആഡ് ചെയ്യേണ്ടത്. ദെൻ 14 ആണ് ഇവിടെ 13 ആണ് വരേണ്ടത്. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ 20 ആണ്. 20ൻ്റെ സ്ഥാനത്ത് ഇവിടെ വരേണ്ട 7 ആണ്. 9 ആണ്. 9ൻ്റെ സ്ഥാനത്ത് വരേണ്ട എത്രയാണ്? 18 ആണ് അല്ലേ? സോ ഈ ഒരു രീതിയിലാണ് വരുന്നത്. സോ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? 26, 6, 7, 19, 22, 13, 7, 18, 24 എന്നാണ് പോയേക്കുന്നത്. സോ അത് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഏതാണ്? B ആണ് അല്ലേ? സോ ഓപ്ഷൻ B ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഓപ്ഷൻ B ആണ് എന്ത്?
ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ നമ്മൾ എപ്പോഴും ചിന്തിക്കുക, നമുക്ക് എന്തെങ്കിലും ഒരു കോഡ് തരുവാണെങ്കിൽ ആ കോഡ് പൊസിഷണൽ നമ്പേഴ്സുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആണെന്ന് ചോദിക്കുക. ഇപ്പോൾ റാൻഡമായിട്ട് ഏതെങ്കിലും നമ്പേഴ്സ് തരാം, ചിലപ്പോൾ എക്ക് നമുക്ക് 20 എന്ന് വല്ലതും തരുവാണെങ്കിൽ അങ്ങനെയായിരിക്കും ആ സീരീസ് പോകുന്നത്, 1 പകരം 20. ആ ഒരു രീതിയിൽ റാൻഡമായിട്ട് നമുക്ക് ചിലപ്പോൾ നമ്പർ തരാം. സോ ആ നമ്പേഴ്സ് എങ്ങനെയാണ് വന്നതെന്നുള്ള ലോജിക്കാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് വരുന്നത് വരാൻഡ റൈസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. ഈ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ക്ലാസ് സെഷൻ പ്രൊവൈഡഡ് ആണ്. അത് കഴിഞ്ഞൊരു സർക്കിൾ സെഷൻ, ഒരു എക്സ്ട്രീം സെഷൻ ആൻഡ് ഒരു സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ ആൻഡ് ഒരു മോക്ക് ഇൻ്റർവ്യൂ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ 6 ലെവലിലൂടെയാണ് ഇവിടുത്തെ വരുന്ന ഓരോ ആസ്പിറൻസും കടന്നു പോകുന്നത്. സോ ഇവിടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസിന് വേണ്ടിയിട്ട് ഈ 2 നമ്പേഴ്സിലേക്കും കോൺടാക്ട് ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താണ്, ഹങ്കർ എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്തേക്കുന്നത് UHATRE എന്നാണ്. അടുത്ത എന്താണ്, സ്വിമ്മിങ് എന്ന് പറയുന്ന റിട്ടേൺ ചെയ്തേക്കുന്നത് എന്താണ്, ഏതൊരു രീതിയിലോട്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെയും പൊസിഷണൽ വാല്യൂസ് വെച്ച് ആദ്യമേ കണ്ടുപിടിക്കുക. സോ ഞാൻ ആദ്യമേ ഹങ്കർ എന്ന് പറയുന്ന എഴുതുകയാണ്. ഹങ്കർ എന്ന് പറഞ്ഞ് എഴുതി ഞാൻ ഇതിൻ്റെ പൊസിഷണൽ വാല്യൂസ് ഒന്ന് എഴുതുവാണ്. പൊസിഷണൽ വാല്യൂസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എച്ചിൻ്റെ ആണെങ്കിൽ 8, ദെൻ യു ആണെങ്കിൽ 21, N 14, ദെൻ G7, E5 ആൻഡ് ഈ ഒരു രീതിയിലാണ് അതിൻ്റെ പൊസിഷണൽ വാല്യൂസ് വരുന്നത്. 8, 21, 14, 7, 5 ആൻഡ് 18 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് വരുന്നത് എന്തൊക്കെയാണ്, 21, ദെൻ എന്താണ് 8 തിരിച്ചു വന്നു. ദെൻ നമുക്ക് ആ ഇത് എടുക്കാം, UH, ദെൻ എന്താണ് ഇവിടെ T, ദെൻ UH, സോ 21, 8 വന്നു, 21, 8, ദെൻ 1, ദെൻ ഇവിടെ വീണ്ടും 20, ദെൻ ഇവിടെ എന്തായി 18 ആൻഡ് ഇവിടെ എന്താണ് 5 എന്ന രീതിയിൽ വന്നല്ലേ. സോ ഈ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്, 21, 8 എന്ന രീതിയിലാണ് വരുന്നത്. എന്നാൽ സ്വിമ്മിങ് എങ്ങനെ ആയിരിക്കും റിലേറ്റഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യമേ ഒരു ഡൗട്ട് വരാം, ഇത് ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുത്തേക്കുന്നതല്ലേ, HUം ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുത്തേക്കുന്നതല്ലേ എന്ന്. സോ സ്വിമ്മിങ് നോക്കുമ്പോൾ അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുത്തേക്കുന്ന വാല്യൂസ് അതിലുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് വരത്തില്ല, കാരണം എന്താണ് അവിടെ ഇൻ്റർചേഞ്ച് ചെയ്ത് വന്നിട്ടില്ല അല്ലേ, സ്വിമ്മിങ് എന്ന് പറയുന്നത് ഇൻ്റർചേഞ്ച് ചെയ്ത് വന്നിട്ടില്ല. സോ അപ്പോൾ എന്തായാലും പൊസിഷണൽ വാല്യൂസ് വെച്ചിട്ടായിരിക്കും ഇത് പോയേക്കുന്നത്. സോ നോക്കുക, എച്ചിൻ്റെ കൂടെ യു ആണ് വന്നേക്കുന്നത് അല്ലേ. സോ 8ൻ്റെ കൂടെ 21 വരണമെങ്കിൽ എത്ര കൊണ്ട് ആഡ് ചെയ്യണം, +13 ആയിരിക്കണം അല്ലേ. +13 കൊണ്ട് ആഡ് ചെയ്യുമ്പോഴായിരിക്കും 8ൻ്റെ കൂടെ 13 ആഡ് ചെയ്യുമ്പോഴാണ് എത്ര 21 വരുന്നത്. ദെൻ 21ൻ്റെ കൂടെ 8 ആണ് വരുന്നത് എന്ന് വെച്ചാൽ -13 ആണ് അല്ലേ, -13 ആണ്. ഇനി 4ഉം 14ഉം 1ഉം വരുവാണെങ്കിൽ അല്ലേ, 14ഉം 1ഉമാണ് വരുന്നത്. സോ 14ഉം 1ഉം വരണമെങ്കിൽ എന്തായിരിക്കും അവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് -13 ആയിരിക്കും. ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ +13 ആണ്. ദെൻ ഇവിടെ വീണ്ടും +13, എന്നിവിടെ -13 എന്നിങ്ങനെ രീതിയിലാണ് വന്നേക്കുന്നത്. സോ ഞാൻ നോക്കുമ്പോൾ ഒരു +13 ആദ്യമേ ഇവിടെ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. സോ ആ ഒരു ഓപ്ഷനിൽ നമ്മൾ സ്വിമ്മിങ്ങിൻ്റെയും ഒന്ന് ജസ്റ്റ് കണ്ടുപിടിക്കുക. കാരണം ഇവിടെ നോക്കി നമുക്ക് ആകെ ഇവിടെ എല്ലായിടത്തും ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഡിഫറെൻ്റ് ആണ്. സോ എല്ലായിടത്തും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ സ്വിമ്മിങ് വരുമ്പോൾ എല്ലാം ചെയ്ത് നോക്കണ്ട, നമ്മൾ ഫസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കുക. +13 ആഡ് ചെയ്യേണ്ടത്. സോ 19 അതിൻ്റെ കൂടെ ഒരു 13 ആഡ് ചെയ്യണം. 19 13 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് എത്രയാണ്, 32. 32 എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് ഇല്ല, 26 വരെ ഉള്ളൂ. സോ ഞാൻ എന്ത് ചെയ്യണം, 26-ൽ നിന്ന് ഇത് കുറയ്ക്കണം. സോ 32-ൽ നിന്നും 26 കുറയ്ക്കുമ്പോൾ എനിക്ക് 6 എന്നാണ് വരുന്നത്. സോ 6 വരുന്നത്, ദാറ്റ് ഈസ് 6 വരുന്ന ഒരു ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. ആ ഇതായിരിക്കും എന്ത് വരുന്നത് ഇവിടെ കറക്റ്റ് ആയിട്ടെന്ന് വെച്ചാൽ 13 ആഡ് ചെയ്യല്ല ചെയ്യുന്നത്. സോ ആ ഒരു ഓപ്ഷൻ ആയിരിക്കും ഇവിടെ എന്ത് വരുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ എഫ് ആയിരിക്കും ഫസ്റ്റിൽ വരുന്ന ആൽഫബറ്റ് എന്ന് പറയുന്നത്. എഫ് ആയിരിക്കും ഇവിടെ എന്ത് വരുന്നത് ഫസ്റ്റിൽ വരുന്ന ആൽഫബറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇനി നോക്കുക, അതേപോലെ തന്നെ എഫ് ആയിരിക്കും. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ എഫിൻ്റെ 2 ഓപ്ഷൻസ് വരുന്നുണ്ട് അല്ലേ. എഫിൻ്റെ എം വെച്ച് ലാസ്റ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ടി വെച്ച് ലാസ്റ്റ് ചെയ്യുന്നതും ഉണ്ട്.
ഇവിടെ നോക്കുമ്പോൾ എനിക്ക് എന്താ ചെയ്യുന്നത്, ലാസ്റ്റിൽ ഞാനൊരു 13 കൊണ്ട് കുറയ്ക്കുവാണ് ചെയ്യുന്നത്. സോ ഞാൻ നോക്കാം, എനിക്ക് വരുന്ന ജി എന്ന് പറയുന്നത് എത്ര, 7 നമ്പർ. അതിൽ നിന്ന് ഒരു 13 കുറയ്ക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ 7 നിന്ന് ഒരു 13 കുറയ്ക്കുമ്പോൾ 7 നിന്ന് 7 തന്നെ കുറയ്ക്കുമ്പോൾ എനിക്ക് എത്ര വരുന്നത്, 26 ആണ്. 26 നിന്ന് വീണ്ടും എത്രയാണ്, 13 ആണ്. 7 കഴിഞ്ഞിട്ട് എത്ര എണ്ണം കൂടെ ഉണ്ട്, ദെൻ അത് കഴിഞ്ഞിട്ട് 6 നമ്പേഴ്സും കൂടെ ഉണ്ട്. സോ എനിക്ക് എന്താ വരുന്നത്, 20 ആയിരിക്കും എനിക്ക് എന്ത് വരുന്നത്, ഏറ്റവും അവസാനമുള്ള നമ്പർ വരുന്നത്. സോ 20 വരുന്ന ഏതാണെന്ന് നോക്കുക. 20 വരുന്ന ഏതാണ് എനിക്ക് വരുന്നത്, ടി ആണ് ലാസ്റ്റ് ലെറ്റർ ആയിട്ട് വരുന്നത്. സോ ഇതെല്ലാം ചെയ്ത് നിൽക്കാൻ നോക്കണം. നമുക്ക് ആ ഒരു റിലേഷൻ കിട്ടിയാൽ ഏതൊക്കെയാണ് ഫസ്റ്റും ലാസ്റ്റും ഡിഫറെൻ്റ് ആണെങ്കിൽ, ഫസ്റ്റ് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഡിഫറെൻ്റ് ആയിരുന്നു, എന്നുവെച്ചാൽ സെയിം ആയിരുന്നു, എന്നുവെച്ചാൽ പലതിലും ഡിഫറെൻ്റ് ആണ്. സോ നോക്കിയപ്പോൾ എനിക്ക് എഫ് ആണ് വരുന്നത്. ഇനി നോക്കിയത് ലാസ്റ്റ് ഡിജിറ്റ് ആണ്, ലാസ്റ്റ് ഡിജിറ്റ് എല്ലായിടത്തും ഡിഫറെൻ്റ് ആണ്. സോ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഡിജിറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ്ലി ലാസ്റ്റ് ഡിജിറ്റിലോട്ട് പോവാം, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ ഞാൻ ഇത് ചെയ്തപ്പോൾ എനിക്ക് എന്താ വരുന്നത്, ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ഓപ്ഷൻ ബി ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യമേ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം ടൈം എടുക്കുന്ന ഇതാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ കാൽക്കുലേഷനിൽ കുറച്ച് ഇതാണെന്ന് വെച്ചാൽ ഇവിടെ കാൽക്കുലേഷൻ അല്ല, നമ്മുടെ ലോജിക്കാണ് ഇവിടെ വർക്ക് ആവേണ്ടത്. സോ അതുകൊണ്ടാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സീരീസ് ആണ്, ഒരു നമ്പർ സീരീസ് പോലുള്ള ഒരു ആൽഫബറ്റ് സീരീസ് ആണ് ഇരിക്കുന്നത്. ഈ ആൽഫബറ്റ് സീരീസിനെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും നോക്കുക, ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു എന്താണ് ഈ ഒരു നമ്പർ സീരീസ് എക്സ് എന്താണ്, എക്സ് വൈ എക്സ് എക്സ്, ദെൻ വീണ്ടും ഒരു വൈ സെഡ് ഇസെഡ് എക്സ് എക്സ്, ദെൻ വൈ വൈ വൈ, then അത് കഴിഞ്ഞിട്ട് പോയേക്കുന്നത് ഇസെഡ് ഇസെഡ് എക്സ് 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 എന്നാണ് അല്ലേ. സോ ഇത് നോക്കുമ്പോൾ എനിക്ക് ഏതാണ് ഇവിടെ മോസ്റ്റ്ലി സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. ഞാൻ 4 വെച്ച് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് എന്താണ് വരുന്നത്, 4 വെച്ച് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. എക്സ് വൈ ഡാഷ് എക്സ്, വീണ്ടും എക്സ് ഡാഷ് വൈ എന്താണ് ഇസെഡ് എന്ന് വന്നു അല്ലേ. ഇനി ഇസെഡ് എക്സ് എക്സ് ഡാഷ്. സോ എല്ലാം ഞാൻ 4 രീതിയിൽ വയ്ക്കുമ്പോൾ എനിക്ക് ആദ്യമേ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ ഓപ്ഷൻസ് എപ്പോഴും പുട്ട് ചെയ്ത് കൊടുക്കാനാണ് നോക്കുന്നത്. ഓപ്ഷൻ പുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നോക്കി, എനിക്ക് ഓപ്ഷൻ ആദ്യത്തെ ഓപ്ഷൻ പുട്ട് ചെയ്യുവാണെങ്കിൽ അല്ലേ, ഇസെഡ് വൈ എക്സ് എക്സ് വരുമ്പോൾ ഇസെഡ് എന്താ ചെയ്യേണ്ടത്, ആദ്യമേ ഓപ്ഷൻ ഒന്ന് പുട്ട് ചെയ്ത് കൊടുക്കാൻ നോക്കുക. ഓപ്ഷൻ പുട്ട് ചെയ്ത് നോക്കുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇസെഡ് വൈ ഇസെഡ് ആൻഡ് എന്താണ് എക്സ് എന്നാണ് വന്നേക്കുന്നത്. ഇതൊരു ഓർഡർ അല്ലെങ്കിൽ ഒരു സീരീസിനെ ഇത് ചെയ്യുന്നതുകൊണ്ടെന്ന് നോക്കുക. എക്സ് വൈ ഇസെഡ് എക്സ്, പിന്നെ പോയേക്കുന്നത് എക്സ് വൈ വൈ ഇസെഡ്, ദെൻ അത് കഴിഞ്ഞ് പോയേക്കുന്നത് എക്സ് 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 ഇസെഡ്, ദെൻ വൈ 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 എക്സ് ഇസെഡ് ഇസെഡ് എക്സ് എസ്, ആ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. ഇവിടെ ഒരു എന്താണ് നമുക്കൊരു ഇത് കാണുന്നില്ല. ഇനി അടുത്ത ഓപ്ഷൻ, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും ഓപ്ഷൻസ് ഒന്ന് ജസ്റ്റ് പുട്ട് ചെയ്ത് കൊടുക്കാൻ നോക്കുക. ഇങ്ങനെ എഴുതണ്ട, നമ്മൾ ആ ഒരു ഇതിൽ തന്നെ ഓപ്ഷൻ പുട്ട് ചെയ്ത് കൊടുത്താൽ, നമ്മൾ ആ ഒരു ലോജിക്ക് അനുസരിച്ച് പുട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ അടുത്ത ഓപ്ഷൻ പുട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് നോക്കി, അടുത്ത ഓപ്ഷൻ എന്താണ്, ഇസെഡ് വൈ എക്സ് വൈ ആണല്ലേ, ഇസെഡ് വൈ എക്സ് വൈ. അതും പുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നോക്കി ഈ ഒരു മെത്തേഡിൽ പോകുന്നില്ല. ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് എന്താണ്, ഇസെഡ് ദെൻ വൈ എക്സ് ഇസെഡ്. ഇസെഡ് വൈ എക്സ് ഇസെഡ് പോകുമ്പോൾ, ഇസെഡ് വൈ എക്സ് ഇസെഡ് എന്ന് പറയുന്നത് പോകുമ്പോൾ നോക്കി, ഇസെഡ് വൈ എക്സ് ഇസെഡ് ഇതിൽ പോകുമ്പോൾ എന്താണ് വരുന്നത്, എക്സ് വൈ നോക്കി, ആദ്യത്തെ എന്ന് വെച്ചാൽ എക്സ് വൈ ഇസെഡ് എക്സ്, അത് കഴിഞ്ഞ് വൈ അവിടെ തന്നെ, ദെൻ ഈ ഇസെഡ് മാറിയിട്ട് അവിടെ വൈ ആകുന്നു, വീണ്ടും അവിടെ എന്താ വൈ മാറിയിട്ട് അവിടെ എക്സ് ആകുന്നു. എന്ന് വെച്ചാൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മൂന്നാമത്തെ ലെറ്റർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു രീതിയിൽ പോകുന്ന ഒരു സീരീസ് ആയിട്ട് മാറി. സോ ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇസെഡ് വൈ എക്സ് ഇസെഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ കിട്ടുന്ന ആൻസർ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഒപ്പം തന്നെ സൊല്യൂഷൻ പോവുക ആൻഡ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു എന്താണ് നമ്മളൊരു ലൈവ് സീരീസ് പോലെ പോകുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ചെയ്യാനായിട്ടുള്ള എളുപ്പം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പ്രൈഡ് എന്ന് പറയുന്ന കോഡ് ചെയ്തേക്കുന്നത് എന്താണ്, QTLHJ എന്നാണ്. ദെൻ ക്രീഡ് കോഡ് ചെയ്തേക്കുന്നത് എന്തായിട്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ പ്രൈഡ് എന്ന് പറയുന്നത് അല്ലേ, പ്രൈഡ് എന്ന് പറയുന്നത് QTLHJ എന്ന രീതിയിലാണ് കോഡ് ചെയ്തേക്കുന്നത്.
സോ ഇതിൽ ഞാൻ ആദ്യമേ നമുക്കിതിൽ നമ്പേഴ്സ് ഇടാം. നമ്പേഴ്സ് ഇടുമ്പോൾ ഇത് 16, 18, 9, ദെൻ ഇവിടെ എത്രയാണ് 4, 5 എന്ന രീതിയിലാണ്. ഇവിടെ വരുമ്പോൾ അത് 17, 20, 12, ദെൻ എത്രയാണ് 8 ആൻഡ് 10 ഈ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യമേ 1 ആഡ് ചെയ്തു, +1 ആണ്. ദെൻ അടുത്ത എന്താണ്? സോ ഇവിടെ വരുമ്പോൾ അത് +2 ആകും. ഇവിടെ ആകുമ്പോൾ അത് +3, ദെൻ +4 ആൻഡ് +5 ഈ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യത്തതിൽ 1 ആഡ് ചെയ്തു, ദെൻ 2, ദെൻ 3, 4 ആ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ആയിരിക്കും. അടുത്തെന്ന് വെച്ചാൽ എന്താണ്? ക്രീഡ് എന്നാണ്, CREE ക്രീഡെന്നാണ്. ക്രീഡിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്. സോ ആദ്യത്തേന് +1 ചെയ്യുക. +1 ചെയ്യുമ്പോൾ 3, 4 ആകും. സോ 4 ആകുന്ന ഓപ്ഷൻസ് ആണ് എല്ലാത്തിലും ഉള്ളത്. ഞാൻ നോക്കിയപ്പോൾ ലാസ്റ്റ് ഇതിൽ ഏതാണ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നതെന്ന് നോക്കി. സോ ഞാൻ ഇത് ഫുള്ള് ചെയ്ത് നോക്കണം. +2 എന്ന് പറയുന്നത് എത്ര? 20 ആണ്. 20 വരുന്ന T ആണ്. സോ DT വരുന്ന ആ ഒരു ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് എന്ന് പറയുന്നത്. DTHII എന്നാണ്. ഇവിടെ 3 ആഡ് ചെയ്യുമ്പോഴത്തേന് എനിക്ക് എത്രയാണ്? 8 ആണ് വരുന്നത്. 8 എന്ന് പറയുന്നത് H ആണ്. ദെൻ II ആ ഒരു രീതിയിലാണെന്ന് വെച്ചാൽ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ KLM, LPV ആൻഡ് MTE എന്ന് പറഞ്ഞൊരു സീരീസ് പോലെ പോയേക്കുവാണ്. ഇത്രയും നേരം നമുക്കൊരു റിലേഷൻ ആയിരുന്നു. ഇപ്പോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ സീരീസ് ആയിട്ട് പോയേക്കുവാണ്. സോ KLM അല്ലേ, KLM, ദെൻ LPV ആൻഡ് MTE എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇത് നോക്കുവാണെങ്കിൽ സോ KLMൻ്റെ ഞാൻ ഇത് ഇടുവാണെങ്കിൽ ഇത് 11, 12, 13 എന്നാണ് പോയേക്കുന്നത്. ഇത് 12, 16 ആൻഡ് എന്താണ്? V ആണ് 22 ആൻഡ് ഇവിടെ വരുമ്പോൾ 13, 20 ആൻഡ് എന്താണ്? 5 എന്നാണ് പോയേക്കുന്നത് അല്ലേ. സോ ഈ ഒരു സീരീസ് നോക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇൻക്രീസ് ആയേക്കുന്നത്? ഇവിടെ ഒന്നുകൂടി പോയേക്കുവാണ്. ഇവിടെ അപ്പോൾ വീണ്ടും ഒരു +1 ദാറ്റ് ഈസ് N ആയിരിക്കും വരുന്നത്. N വരുന്ന ഓപ്ഷൻസ് 2 ഉണ്ട്. സോ N ആണ് വരുന്നത്. രണ്ടാമത്തേത് നോക്കാം. കാരണം മൂന്നാമത്തെ നോക്കണ്ട, രണ്ടാമത്തെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. സോ അടുത്ത എന്താണ്? ഇവിടെ 12ൻ്റെ കൂടെ എത്രയാണ് ആഡ് ചെയ്തേക്കുന്നത്? 12ൻ്റെ കൂടെ സോ 12, ദെൻ 16 എന്ന് വെച്ചാൽ 4 ആഡ് ചെയ്ത് പോയേക്കുവാണ്. വീണ്ടും 4 ആഡ് ചെയ്തു. സോ ഇനിയും 4 ആഡ് ചെയ്യും. ദാറ്റ് ഈസ് 24 എന്ന് വരും അല്ലേ. 24 എന്താണ്? എക്സിനെ കാണിക്കുന്നതാണ്. സോ NXM എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. NXM എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 2K5 എന്നും 4M7 എന്നുമാണ് കിടക്കുന്നത് അല്ലേ. ദാറ്റ് ഈസ് 2K5 ആൻഡ് 4M7 ഈ ഒരു രീതിയിലാണ് കിടക്കുന്നത്. നോക്കി ഇതിൻ്റെ കൂടെ 2ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുന്നതാണ് 4. അതേപോലെ തന്നെ ഇവിടെ +2, ഇവിടെയും +2 ആണ്. സോ ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ഇനി ഇത് 6 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 +2 13 ആണിത്. 15 ആകുമ്പോൾ എന്താണ് വരുന്നത്? 15 എന്ന് പറയുന്നത് O ആണ്. ആൻഡ് ഇവിടെ 2 ചെയ്താൽ 9 വരും. സോ 609 എന്നായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ 609 ആയിരിക്കും. സോ ഒരു സീരീസിൽ നമ്മൾ ആ പൊസിഷണൽ വാല്യൂസ് അറിഞ്ഞിരുന്നാൽ കുറച്ച് എളുപ്പമായിരിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ACE XZ B എന്നാണ് അല്ലേ. സോ ACE ആൻഡ് XZ B എന്നാണ് കിടക്കുന്നത്. സോ A എന്ന് പറയുന്നത് 1, 3, 5 എന്നാണ് പോയേക്കുന്നത്. ഇത് വരുമ്പോൾ 24, 26 എന്താണ്? 3 പോയേക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ 2 കുറഞ്ഞതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 കുറവാന്ന് വെച്ചാൽ 24ൻ്റെ കൂടെ ഒരു 3 അല്ലെങ്കിൽ ഒരു എത്രയാണ്? ഒരു 5 ആഡ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു 5 ആഡ് ചെയ്തേക്കുന്നതാണ്. സോ 124 ആകാനായിട്ട് ഞാനൊരു 5 ആണ് എനിക്ക് മൈനസ് ചെയ്യേണ്ടത്. 24 പ്ലസ് സോ 1, 3, 5 എന്നാണ് പറഞ്ഞേക്കുന്നത്. 24, 26 ആൻഡ് 3. സോ എന്ന് പറയുന്നത് B ആകാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര കുറച്ചു? 2 കുറയ്ക്കേണ്ട വന്നു. 3 എന്ന് പറയുന്നത് എത്ര വേണം? 26 ആകാൻ വേണ്ടിയിട്ട് 26 + 3 ആണ് എന്ത്? ഇവിടെ നിന്ന് 3 കുറയ്ക്കുവാണ് ചെയ്യുന്നത്. സോ ഇവിടെ എത്രയാണ് കുറയ്ക്കേണ്ടത്? ഇവിടെ 3 ആണ് കുറയ്ക്കേണ്ടത് അല്ലേ. ഇവിടെ 3 കുറയ്ക്കണം. അടുത്തത് എന്താണ്? A എന്ന് പറയുന്നത് Z ആകണം അല്ലേ. A Z ആക്കാൻ എന്തിട്ടാണ്?
3 വീണ്ടും ഇവിടെ കുറയ്ക്കണം. സോ ഇതെല്ലാം എന്ത് സീരീസാണ്? -3 എന്ന് പറയുന്നത് എയിൽ നിന്ന് 3 കുറയ്ക്കുമ്പോഴാണ് സിയിൽ നിന്ന് 3 കുറയ്ക്കുന്നതാണ് ഇത് ഇസഡ്, ഇയിൽ നിന്ന് 3 കുറയ്ക്കുന്നതാണ് ബി. ആ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. സോ അടുത്ത സീരീസ് എന്തായിരിക്കും? ഇസഡ് ബിയിൽ നിന്ന്, ഇതിൽ നിന്ന് 3 കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് വരുന്നത്? 24ൽ നിന്ന് 3 കുറച്ചാൽ എനിക്ക് 21 വരും. ദെൻ 21 വരുന്ന ഏതാണ്? യു ആണ്. ദെൻ ഇസഡിൽ നിന്ന് 3 കുറയ്ക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ 26ൽ നിന്ന് 3 കുറയ്ക്കുകയാണെങ്കിൽ എനിക്ക് എന്താ വരുന്നത്? 23 വരുന്നത്. 23 എന്ന് പറഞ്ഞാൽ ഇത് യുവും 23 ഡബ്ല്യു ആണ്. ദെൻ ഇതിൽ നിന്ന് വീണ്ടും 3 കുറയ്ക്കുകയാണെങ്കിൽ എന്താണ്? നമ്മൾക്ക് ബിയിൽ നിന്നല്ലേ, ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. 2ൽ നിന്ന് 3 കുറയ്ക്കുകയാണെങ്കിൽ, ബിയിൽ നിന്ന് 3 കുറയ്ക്കുകയാണെങ്കിൽ എന്താണ്? എനിക്ക് 26 വരുന്നത്, വിച്ച് ഇസ് ഇക്വൽ ടു ഇസഡ് ആണ്. സോ യു ഡബ്ല്യു ഇസഡ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ എന്ത് സീരീസ് എന്ന് പറയുന്നത്? യു ഡബ്ല്യു ഇസഡ് എന്ന് പറയുന്നതായിരിക്കും നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത്. സോ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A1B C3D ആൻഡ് ഡാഷ്, ഈ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. സോ നോക്കി, A1B ആൻഡ് C3D ഈ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. സോ ഞാൻ നോക്കുവാണെങ്കിൽ എയുടെ പൊസിഷൻ വാല്യൂ എന്താണെന്ന് നോക്കിയാൽ, എയുടെ പൊസിഷൻ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, ബിയുടെ എന്ന് വെച്ചാൽ 2 ആണ്. സോ ഇവിടെ നോക്കുമ്പോൾ ഇത് 3, ഇത് എത്രയാണ് ആഡ് ചെയ്തു? ഇതെന്ന് പറയുന്നത് 4 ആണ്. സോ ഇവിടെ നോക്കുമ്പോൾ ഞാനിവിടെ എത്രയാണ് ആഡ് ചെയ്തേക്കുന്നത്? ഇതിൽ നിന്ന് ഇതാവാൻ വേണ്ടി ഞാനൊരു +2 ആണ് ആഡ് ചെയ്തേക്കുന്നത്. ഇവിടെയും +2 ഇവിടെ +2 ആഡായി പോയേക്കുവാണ്. സോ സിയിൽ നിന്ന് ഇനി +2 ആഡ് ആകുമ്പോൾ എനിക്ക് എന്താണ് വരുന്നത്? 5 എന്നാണ് എൻ്റെ പോസ്റ്റൽ വാല്യൂ വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു ഈ വരുന്ന ഇത്രയും ഓപ്ഷൻ ഉണ്ട്. സോ വീണ്ടും എന്ത് ചെയ്യുക? 3ൽ നിന്ന് 2 ആഡ് ചെയ്യുക, എനിക്ക് 5 വരുന്നുണ്ട്. ദെൻ ഡിയിൽ നിന്ന് 4ൽ നിന്ന് 2 ആഡ് ചെയ്യുമ്പോൾ 6. സോ E5F എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും എന്ത്? എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ E5F എന്ന് പറയുന്നതായിരിക്കും എൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു സീരീസിൽ നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ നമ്മൾ കോഡിംഗ് ഡീകോഡിംഗ് തന്നെയാണ് ആൽഫബറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു വരുന്നത്. സോ ആൽഫബറ്റ് ടെസ്റ്റിൽ മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത് പൊസിഷണൽ വാല്യൂസും അതിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂസുമാണ്. കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് നമ്മൾ നേരത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ അത് ചെന്ന് കാണാത്തവരാണെങ്കിൽ അത് ചെന്ന് കാണുക. കോഡിംഗ് ഡീകോഡിംഗ് എന്താണെന്ന് ബേസിക്ക് മനസ്സിലായിട്ട് മാത്രം ഈ ഒരു സെഷൻ കാണുക. കാരണം നിങ്ങൾക്ക് ഈ നമ്പേഴ്സ് എഴുതി എന്താണെന്ന് അല്ലെങ്കിൽ മനസ്സിലാവില്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കലി നമുക്ക് റീസണിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് കുറച്ചും കൂടെ വലയ്ക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഈ സീരീസിൻ്റെ കുറച്ചും കൂടെ വീഡിയോസ് നമ്മൾ ഇടുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആവും. കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. സോ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.